അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഒരു ലബൂബുവിനെ ആദ്യമായിട്ട് ഈ ലബൂബുവിനെ ഞാൻ കാണുന്നത് നമ്മുടെ എക്സ്പ്ലോർ ബ്യൂട്ടി വിത്ത് ആഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചേച്ചിയുടെ ഷോർട്സിലാണ് കേട്ടോ. പുള്ളിക്കാരി ഒരു ലബൂബുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഷോർട്സ് കണ്ടപ്പോൾ തന്നെ ലബൂബുവിനെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ എൻ്റെ കയ്യിൽ A4 ഷീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ A4 ഷീറ്റ് വാങ്ങാനായിട്ട് പറഞ്ഞു വിട്ട ആളാണെങ്കിലോ A4 ഷീറ്റ് വാങ്ങിയിട്ട് അത് എന്നോട് പറയാനും മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഞാനും ആ കാര്യം കൂടി വിട്ടു. ഇപ്പൊ നോക്കുമ്പോണ്ട് എല്ലായിടത്തും ലബൂബു. അപ്പൊ പിന്നെ നമ്മളായിട്ട് ഇനി കുറയ്ക്കണ്ട. ആദ്യം തന്നെ ഒരു A4 ഷീറ്റ് എടുത്ത് ഹാഫായിട്ട് മടക്കി കൊടുത്തു. എന്നിട്ട് അതിലൊരു ലബൂബുവിനെ വരച്ചു. നമുക്ക് ഈ ട്രേസ് എടുത്ത് വരച്ചാൽ സെറ്റ് ആവില്ല, അതുകൊണ്ട് നോക്കിയിട്ടാണ് വരച്ചത്. അപ്പൊ ലബൂബു എത്രത്തോളം ലബൂബു ആയിണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും വരച്ചു. അപ്പൊ പിന്നെ കളർ അടിക്കാം. ആദ്യം തന്നെ വാട്ടർ കളർ വെച്ചിട്ടാണ് ഫേസ് ഫില്ല് ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ എല്ലാം സ്കെച്ച് പെൻ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫേസും ഇയേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫേസ് മാത്രമായിട്ട് ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇയേഴ്സും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് ഭാഗം കൂടി ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞിതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ മൊത്തത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരു ചെറിയ ഭാഗം മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് വിട്ടു കൊടുക്കണേ, ഒരു ചെറിയ ഹോളായിട്ട്. അതിനകത്ത് കൂടെ നമുക്ക് കോട്ടൺ കയറ്റി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ കോട്ടൺ കയറ്റണം, എന്നാൽ മാത്രമാണ് ആ ഒരു സ്ക്വിഷി ഫീല് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒട്ടും അടിക്കാണ്ട് തന്നെ കുത്തി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇയേഴ്സ് കൂടെ വെച്ചു കൊടുത്തു. നമ്മുടെ ലബൂബു സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.